എന്നാൽ ഇത്രയും വലിയ മെനക്കെടാവൊന്നും തീരെ കരുതിയില്ല. ഇന്ന് നമ്മുടെ കോളേജിൽ വുമൻസ് ഡേയുടെ പ്രോഗ്രാം ആയിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു മൈമും ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് മുഖത്ത് പെയിന്റ് ഒക്കെ അടിച്ചിരുന്നത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ അങ്ങനെ ഓരോരുത്തരായിട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞ് അവസാനം എൻ്റെ ഊഴോ. അപ്പോൾ എനിക്കാണ് ഫിനിഷിങ് പോരാന്ന് പറഞ്ഞാൽ ഉള്ള ലെയർ എല്ലാം കൂടി ഇട്ട് ഞാൻ അടുപ്പിക്കരുത്. ഇവളായിരുന്നു എനിക്ക് പെയിന്റ് അടിച്ചെന്ന്. നമ്മുടെ ഇതിൽ മുഖത്ത് മുഴുവനായിട്ട് വെള്ളയും കണ്ണിലും ചുണ്ടിലും മാത്രമായിട്ട് ബ്ലാക്ക് പെയിന്റ്. അതായിരുന്നു കേട്ടോ നമ്മുടെ തീം. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഓരോ കല്യാണ പരിപാടിയൊക്കെ വരുന്നതാണ്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് ഓരോന്ന് നടത്തണേ. അങ്ങനെ എല്ലാത്തിനും ശേഷം നമ്മുടെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ ആകെ 3 മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാം വളരെ പെട്ടെന്നുള്ള അവസ്ഥയിലായിരുന്നു. വൈകിട്ട് വന്ന് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു നമ്മൾ പരിപാടി നടത്തിയത്. അങ്ങനെ വുമൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം അവസാനിച്ച്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒട്ടിച്ച ബലൂണൊക്കെ പറിക്കാനും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നേ. അങ്ങനെ എനിക്ക് 2-3 ബലൂൺ കിട്ടി. അതും എടുത്തു ബുക്കുമായിട്ട് ഞാൻ പിന്നെ തിരിച്ചെൻ്റെ മുറിയിലോട്ടും വന്ന്. അത് കഴിഞ്ഞ് ഇങ്ങ് മുറിയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് സംഭവം എനിക്ക് മനസ്സിലായത്. ഫിനിഷിങ് പോരാന്ന് പറഞ്ഞുള്ള പെയിൻ്റ് എല്ലാം കൂടി വാരിപ്പൂശിയിട്ട് ഇതിന് കഴുകിക്കളയാൻ ഇത്ര പാടുപെടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ ഹിമാലയൻ്റെ ബേബി ഓയിൽ കുറച്ചെടുത്ത് നന്നായിട്ട് മുഖത്തോട്ട് അങ്ങ് തേച്ച് ഉരച്ചിട്ട് എവിടെ നിന്ന് അങ്ങനെ കുറേ നേരം ഞാൻ അത് തന്നെ വെച്ച് തേച്ച് ഉരച്ച് ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കവിളത്തെ നെറ്റിയിലെ വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കിടക്കണം. 2 കണ്ണിലും ചുണ്ടിലായിട്ട് പിന്നെയും ഉരയ്ക്കാൻ കിടക്കണം. പിന്നീട് അങ്ങോട്ട് എനിക്ക് എന്തായിരുന്നു കുഴപ്പമായിരുന്നുള്ള പരുവത്തിനായിരുന്നു ഞാൻ ഈ സാധനവും വെച്ച് ഉരച്ച് തേച്ച് നിന്നത്. അങ്ങനെ ഒടുക്കാൻ കയ്യിൽ എണ്ണയായിട്ട് ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റായിട്ട് ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി അങ്ങ് കുളിച്ചു. എന്നിട്ടാണ് കുറച്ച് സമാധാനം കിട്ടിയത്. പിന്നെ തലയിൽ കുറച്ച് രാസനാഥ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു ടോണറും അടിച്ച് പിന്നെ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു മോയ്സ്ചറൈസറും ഇട്ട് മുഖത്ത് ചെറുതായിട്ടൊന്ന് മസാജും ചെയ്ത് കഴിഞ്ഞപ്പം സമാധാനം. അപ്പം ശരി എന്നാ, ബൈ.